അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ആരംഭിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം 10 വർഷത്തെ ചരിത്രപരമായ യാത്ര പൂർത്തിയാക്കി. യോഗയിലൂടെ നേടുന്ന ഊർജ്ജമാണ് ശ്രീനഗറിൽ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനഗറിൽ ദാൽ തടാകത്തിന് സമീപം ഷെറി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങൾ ശ്രീനഗറിൽ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്തു. ദാൽ തടാകത്തിന് തീരത്ത് ഷെരി കശ്മീരി കൺവെൻഷൻ സെന്ററാണ് 10ാമത് യോഗാ ദിനാചരണത്തിന് വേദിയായത്. യോഗാ ദിനത്തിന്റെ ഭാഗമായ തട്ടമിട്ട നൂറുകണക്കിന് പെൺകുട്ടികൾ മാറുന്ന കശ്മീരിന്റെ പ്രതീകമായി. ഭാരതം മുന്നോട്ട് വെച്ച യോഗയുടെ സന്ദേശം ലോകം ഏറ്റെടുത്തതായി പ്രധാനമന്ത്രി പറഞ്ഞു. സൗദി അറേബ്യ അടക്കം വിവിധ രാജ്യങ്ങൾ പാഠ്യപദ്ധതിയിൽ വരെ യോഗ ഉൾപ്പെടുത്തി. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ യോഗ ടൂറിസം വളരുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. योग सेल्फ के लिए जितना जरूरी है, जितना उपयोगी है, जितनी ताकत देता है, उसका विस्तार सोसाइटी को भी फायदा करता है. और जब सोसाइटी को लाभ होता है तो सभी मानव जात को लाभ होता है, विश्व के हर कोने में लाभ होता है. മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെ ആദ്യ യോഗാ ദിനാചരണത്തിന് പ്രധാനമന്ത്രി ജമ്മുകശ്മീർ തെരഞ്ഞെടുത്തുവെന്നത് ശ്രദ്ധേയം. 2014 UN-ൽ പ്രധാനമന്ത്രി നടത്തിയ ആഹ്വാനം ഏറ്റെടുത്ത് 177 രാജ്യങ്ങളാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത്. ജനം, ഡൽഹി.